എന്താണ് രത്നങ്ങൾ? ഈ രത്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? രത്നങ്ങൾ പ്രധാനമായിട്ടും 2 കാറ്റഗറിയിലാണുള്ളത്. അത് പുരാതന കാലം മുതൽ ആണ് ഇതിൻ്റെ ഈ ശാസ്ത്രം എന്ന 64 കലകളിൽപ്പെട്ട ശാസ്ത്രങ്ങളാണ് ജ്യോതിഷവും രക്തശാസ്ത്രമൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് 2 കാറ്റഗറി വരുന്നു. അത് ഒന്ന് സ്ഥലജങ്ങൾ എന്ന് പറയുന്നു. സ്ഥലജങ്ങൾ എന്ന് പറഞ്ഞാൽ കരഭൂമിയിൽ നിന്നും ലഭിക്കുന്ന രത്നങ്ങൾ. കരഭൂമി എന്ന് പറയുമ്പോഴത്തേക്കും ഭൂമിക്കടിയിൽ അതാത് ഭൂപ്രകൃതി അനുസരിച്ചിട്ട് രത്നങ്ങൾ കിലോമീറ്ററോളം ഗർത്തത്തിൽ താഴ്ചയിൽ അനേകം മിനറലോടുകൂടി ധാതുക്കളോടുകൂടി വിളഞ്ഞുണ്ടാകുകയാണ് ചെയ്യുന്നത്. അതിന് രത്നദളങ്ങൾ എന്നാണ് പറയുന്നത്. ആ രത്നദളങ്ങൾ മൈൻ ചെയ്ത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ഇനി ഈ പരുവത്തിലുള്ള രത്നങ്ങളിലേക്കൊക്കെ വരുന്നത്. ഇനിയൊരു വിഭാഗം വരുന്നത് ജലജങ്ങൾ എന്ന് പറയും. അതായത് ജലാശയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന രത്നങ്ങൾ, കടലിൽ നിന്ന് ലഭിക്കുന്ന രത്നങ്ങൾ, മറ്റ് ജലാശയങ്ങളിൽ ലഭിക്കുന്നതാണ് മുത്തും പവിഴവും, കോറൽസ് ആൻഡ് പേൾസ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമുക്കൊരു ഓർഗാനിക് ജൈവരത്നങ്ങളായിട്ട് നമുക്ക് കൂട്ടാവുന്ന രത്നങ്ങളാണ്.